ടീംസേ, അപ്പോൾ പവർ ക്ലച്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് ഉള്ള വീഡിയോ ഉണ്ടത്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ സാധനം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇത് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ള കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ വണ്ടിയുടെ ബാക്കൊക്കെ അഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി വന്ന ക്ലച്ച് ലിവർ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇവനെ മാറ്റിയിട്ടാണ് ഈ സാധനം കയറ്റാൻ പോണത്. അപ്പോൾ നമുക്ക് അഴിക്കാനുള്ള പരിപാടി ചെയ്യാം. അഴിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ റാച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 8mm സോക്കറ്റ് ഇട്ടേക്കണം. ഇത് ഇല്ലാത്ത ആൾക്കാർ 8mm റിംഗ് സ്പാനർ എന്താണെന്ന് വെച്ചെടുത്താൽ മതി. ഇതുണ്ട്, ഈ ബോൾട്ട് അഴിക്കണം. ലൂസായിട്ടുണ്ട്. ഫുള്ള് ഊരി എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫുള്ള് ഊരി എടുക്കണമെന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തന്നെ, ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പുണ്ട്. ഗ്യാപ്പിൽ കൂടി സ്ക്രൂ ഡ്രൈവർ കയറ്റണം കേട്ടോ. ഒറ്റക്കായതുകൊണ്ട് ചെറിയൊരു ടാസ്ക് ഉണ്ട്. അപ്പോൾ കേബിൾ ഇങ്ങനെ വരും. നേരെ കേബിള് ഇതിൽ നിന്ന് റിലീസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഒരു കൈ കൊണ്ടാണ് ഇത്രയുള്ള കാര്യം. ഇതെന്താണെന്ന് വെച്ചാൽ അതിവിടെ ഒരു ചെറിയൊരു മാർക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഏകദേശം അറിയാനാണ്. ആ മാർക്കിട്ടാലും ചെറിയ വ്യത്യാസം ഉണ്ടാകും. കേബിൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ആ മാർക്കിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൈയെടുത്ത് കഴിഞ്ഞാൽ ഇത് പോരും കേട്ടോ. കണ്ട പോന്നു. അപ്പോൾ ഈ സ്പ്രിങ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മളൊന്ന് കയ്യത് ഇങ്ങനെ ചരിച്ചെടുക്കണം. കണ്ട ഇങ്ങനെ ചരിച്ച് കഴിഞ്ഞാൽ പോരും. അപ്പോൾ സ്പ്രിങ് പക്കയാണെന്നൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പിന് ദൂരി ഇനി ഇതിൽ നിന്ന് ഈ ബോൾട്ട് എടുത്തിട്ട് നമ്മുടെ പവർ ക്ലച്ചിലോട്ട് ഇടാം കേട്ടോ. നമ്മൾ ബോൾട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ബോൾട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നെട്ട് കണ്ട അത് ഈ കട്ടിങ് ഉള്ളവിടെ തന്നെ ഇടണം കേട്ടോ. തലതിരിഞ്ഞ് പോകരുത്. പിന്നെ ഈ ആംഗിൾ കേബിൾ കണക്ട് ചെയ്യേണ്ടത് ഇതിങ്ങനെ വരുള്ളൂ. ഇത് ടോപ്പായിട്ട് വരുമ്പോൾ നെറ്റ് ഈ സൈഡ് വരും. ഇപ്പോൾ ഞാൻ വെക്കുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഒരേപോലെ തന്നെ ഒന്ന് ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതതിൻ്റെ അകത്തോട്ട് കയറും കേട്ടോ. സ്പ്രിങ്ങിൻ്റെ ഇടയിലോട്ട് നൈസായിട്ട് കയറ്റുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇപ്പോൾ ആ മാർക്ക് നോക്കണ്ട, പയ്യങ്ങ് ഇറക്കിയാൽ മതി. മാർക്കൊക്കെ നമുക്ക് ശരിയാക്കാം. കണ്ടോ, ഇങ്ങനെ പയ്യെ താത്തി കൊടുത്ത് ഇപ്പോൾ ഇറങ്ങി. കണ്ടോ. ഓക്കെ, ഇനി നമ്മൾ മാർക്ക് നോക്കി കറക്റ്റ് ചെയ്യണം കേട്ടോ. മാർക്ക് ജസ്റ്റ് ചെറുതായിട്ട് മാറിയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കേബിൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ താഴത്തോട്ട് ഇറക്കരുത്. ഒരു പകുതി പൊക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, കണ്ടോ. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെ ഉണ്ടോ. ഇനി ഒന്ന് പയ്യെ ഒന്ന് അങ്ങനെ മുട്ടി കൊടുത്താൽ മതി. കണ്ടോ, മുട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ വരും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ കേബിള് കണക്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. ഞാനപ്പോൾ റാച്ചിട്ട് വെച്ച് തന്നെ ടൈറ്റ് ചെയ്യുന്നതാണ്. ഇത് ലൂസായി കിടക്കരുതോട്ട് ഈ ബോൾട്ട്. ലൂസായി കിടന്ന് ഇതിൻ്റെ മില്ലിങ് ഒക്കെ പോകും. ടൈറ്റാക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് നമ്മുടെ പഴയ പരിപാടി. സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ഇതിങ്ങനെ ഒന്ന് ഒരു വിരലുകൊണ്ട് തള്ളിപ്പിടിച്ചാൽ മാത്രമേ ഇതുണ്ടോ, ഇങ്ങനെ തള്ളിപ്പിടിച്ചാൽ മാത്രമേ സ്ക്രൂ ഡ്രൈവർ കയറുള്ളൂ. അപ്പോൾ നമ്മൾ ഒറ്റക്കായതുകൊണ്ട് ചെറിയൊരു ടാസ്ക് ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ ഇട്ട് ലോക്കാക്കി ഇപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ആവും. കണ്ട, അപ്പോൾ അത് ഒരു 2 കൈ വേണ്ടി വരും. ഒരു കൈ ഇപ്പുറത്തോട് ഇട്ടിട്ട് ഒന്ന് ലിവർ
ഇങ്ങോട്ട് ആക്കിയാൽ ഈ സ്ക്രൂ ഡ്രൈവർ കയറുള്ളൂ. അതിനുശേഷം നമുക്ക് കേബിൾ കണക്ട് ചെയ്യാം കേട്ടോ. ഫോണൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണം കേട്ടോ. ഇതുണ്ട 2 കൈ എടുക്കുക, നമുക്ക് കേബിൾ കറക്റ്റായിട്ട് ഈ സ്ലോട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്താ ഈസി കേബിൾ വീണ്. അപ്പോൾ നമ്മുടെ ക്ലച്ചിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ചെറുതായിട്ടൊന്ന് ഈ കേബിള് കണ്ട ഔട്ടറിൽ വരയ്ക്കും. അത് സീനൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ വണ്ടിയിൽ ഞാനിപ്പോൾ ഒരു 10-20,000 കിലോമീറ്റർ ഉപയോഗിക്കണം. അങ്ങനെ വരഞ്ഞത് കൊണ്ട് അവിടെ നിന്ന് പൊട്ടിപ്പോവുകയൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് കണ്ട, ഇത് ഈ പ്ലേ കണ്ട, ഈ പ്ലേ പാടില്ല. അതിന് നമ്മൾ ഒന്ന് ഈ കേബിള് ഇവിടെ അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ പ്ലേ ഇത്രയും പ്ലേ ഉണ്ട്, ഇത്രയും പ്ലേ പാടില്ല. ഓക്കെ, ഇതിപ്പോൾ ഫ്രണ്ടിൽ സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണതാണ്. ബാക്കിൽ ചെയ്താലും മതി, എവിടെ ചെയ്താലും കുഴപ്പമില്ല. ഇത് നേരെ ഓക്കെ. എന്നിട്ട് ഇത് ഈ പിടിച്ച് തിരിച്ചാൽ മതി കേട്ടോ. അത് സ്പാനർ വേണ്ടി വരും. ഞാനിപ്പോൾ ലൂസാക്കിയിട്ടായതുകൊണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് തിരിക്കാൻ പറ്റുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ നെറ്റ് 12 നെറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്ലേ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതാണ് പ്ലേ കേട്ടോ. ഈ ഒരു ചെറിയ പ്ലേ മാത്രമേ പാടുള്ളൂ, ഒരുപാട് പ്ലേ വരരുത്. ഒരുപാട് പ്ലേ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ഫുള്ള് എൻഗേജ് ആവില്ല. ഓക്കെ, ഇത് തന്നെ ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് പിടിക്കാം കേട്ടോ. ഓ സീൻ കണ്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ. ഫൈനലി നമ്മുടെ പവർ ക്ലച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോ. ഞാൻ അടിയിൽ വാട്സപ്പിൻ്റെ ഓപ്ഷൻ കൊടുത്തേക്കാം, അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. കൊറിയർ അയച്ചു തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 200 രൂപ ഉണ്ടോ. പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ.